ആർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പുത്രനാകുന്ന യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ അടുത്തു വരികയാണ്. കഴിഞ്ഞ ചില മിനിറ്റുകൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ട അത്ഭുതങ്ങൾ, ആമേൻ, അത് പാസ്റ്റർ എബി ചെയ്തതല്ല, അത് യേശു ചെയ്തതാ. അങ്ങ് ആർക്കും കടക്കാരനല്ല. ഈ മാവേലിക്കര പട്ടണത്തിനകത്ത് യേശു ഇറങ്ങി വന്ന് ഈ ഓഡിറ്റോറിയത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്ന കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ ഞങ്ങൾ അങ്ങനെ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ലൈവായിട്ട് അത്ഭുതം കാണാൻ പോകുകയാ. ഞങ്ങൾ ലൈവായിട്ട് അത്ഭുതങ്ങൾ ശ്രദ്ധിക്കാൻ പോകുകയാ. ഞങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ലൈവായിട്ട് ആമേൻ ഇന്നു പകൽ അത്ഭുതം ഞങ്ങൾ കാണാൻ പോകുകയാ. റമന ഘടകം, ചുടമന ഘടകം, ശംഭമാന ഘടകസിയ യേശു ഇന്നു പകൽ ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നതിനായി നന്ദി പറയുകയാ. ആ കരങ്ങളെല്ലാം അടിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കരങ്ങൾ അടിച്ചാട്ടെ. എല്ലാ കരങ്ങൾ അടിച്ചാട്ടെ. അല്പസമയം വായകൾ തുറന്നാട്ടെ. ആമേൻ. ഈ പകൽ വചനം നമ്മൾ കേൾക്കാൻ പോകുകയാ. ആ വചനം നമ്മുടെ ജീവിതത്തിലെ മുറിവുകൾ കെട്ടാൻ പോകുകയാ. അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. നമ്മൾ വേഗത്തിൽ വചനത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ബാക്കി രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, മതി, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ, ആമേൻ. ആ മനുഷ്യൻ ബെഥേസ്ത എന്ന കുളക്കടവിൽ താൻ കിടക്കുകയാണ്. കരുണയുടെ കുളം എന്നാണ് ആ ബെഥേസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം, ആമേൻ. അവിടെ കിടക്കുന്ന ഈ മനുഷ്യൻ 38 വർഷങ്ങൾ കൊണ്ട് തനിക്ക് ബാധിക്കപ്പെട്ട രോഗത്തിൻ്റെ നടുവിൽ, ആമേൻ, ആ കുളത്തിലിറങ്ങിയാൽ എല്ലാവരും സൗഖ്യമാകുമെന്ന ആ അത്ഭുതങ്ങൾ കണ്ട്, ആ അതിശയങ്ങൾ കേട്ടുകൊണ്ട് താൻ എങ്ങനെയോ ആ കുളത്തിൻ്റെ കരയിൽ വന്നു പറ്റി, ആമേൻ. ആ കുളത്തിനകത്ത് ഒരു ദിവസം ഒരു ദൂതൻ വന്നിറങ്ങും. ആ സമയം, ആ പ്രസൻറ്റ് സമയത്ത് ആദ്യം ആരിറങ്ങുന്നു ആ വ്യക്തി വിടുവിക്കപ്പെടും, ആമേൻ. അപ്പോൾ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഈ മനുഷ്യന് തനിക്ക് സഹായിക്കാൻ ആരുമില്ല, ആമേൻ. തൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലും ഇതുവരെയും തനിക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ഇങ്ങനെയുള്ള ഈ വാചകം ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയാൻ പോകുകയാണ്. നിങ്ങളുടെ ആവലാതി ഇതാ, നിങ്ങളുടെ ബുദ്ധിമുട്ടിതാ, നിങ്ങളെ സൗഖ്യമാക്കാൻ ആരുമില്ല, ആമേൻ. നിങ്ങളെ ഒന്ന് ആ കുളത്തിലിറക്കാൻ, ആ വിഷയത്തിനകത്തുനിന്ന് പുറത്തിറക്കാൻ ആരുമില്ല. എന്നാൽ ഇന്നു പകൽ അങ്ങനെ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങളുടെ അടുക്കൽ ഒരുവൻ വരികയാണ്. അവൻ നിന്നെ നിൻ്റെ പ്രശ്നങ്ങൾക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്.
അവൻ നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. നീ അവൻ്റെ അടുക്കൽ പോകണ്ട. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ നിന്നെ തൊടാൻ പോകുകയാണ്. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് നീ ആയിരിക്കുന്ന പ്രശ്നങ്ങൾ, നീ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രശ്നത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. എല്ലാ വായകളും തുറന്നാട്ട്. ഇന്ന് പകൽ നിന്റെ വിടുതലിൻ്റെ പകല. ഇന്ന് പകൽ നിന്നെ അവൻ സ്പർശിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ ആത്മാവ് നിന്നെ തൊടാൻ പോകുകയാണ്. വായകൾ തുറന്നാട്ട്. ആമേൻ. വായകൾ തുറന്നാട്ട്. ആ കരങ്ങൾ അടിച്ചാട്ട്. ആ കരങ്ങൾ ചേർത്തടിച്ചാട്ട്. ആമേൻ. ഇന്ന് പകൽ മൗനമായിരിക്കരുത്. നിന്റെ അടുക്കൽ വന്ന് അവൻ നിന്നെ തലോടാൻ പോകുകയാണ്. അവൻ നിന്നെ സ്പർശിക്കാൻ പോകുകയാണ്. ആമേൻ. സഹോദരി, പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി എന്നോട് പറയുകയാണ്, ആണ്ടുകളായി നിങ്ങൾ അനുഭവിക്കുന്ന രോഗം ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കാൻ പോകുകയാണ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേൽക്കാമോ? കുറച്ച് സമയം കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ മകൾ ഇന്ന് സൗഖ്യമാകാൻ പോവാം. ആമേൻ. വളരെ വർഷങ്ങളുടെ പാരമ്പര്യം പറഞ്ഞ രോഗവുമായിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്, ആണല്ലോ. അല്പം മുമ്പ് ഈ വാക്യം വായിച്ചു കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില വർഷങ്ങൾക്ക് മുന്നമേ നിങ്ങൾ പറഞ്ഞ ചില ചോദ്യങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്നു പകൽ അവൻ നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ആമേൻ. കർത്താവിനോട് പറഞ്ഞു, ഉദരത്തിനകം മുതൽ ആമേൻ അസ്ഥികളിൽ വ്യാപരിക്കുന്ന രോഗം ശരിയാണോ? നിങ്ങളുടെ ഉദരത്തിനകത്ത്, കർത്താവ് പറഞ്ഞു, ഉദരത്തിനകത്ത് ഏകദേശം 4.5 വർഷങ്ങൾക്ക് മുന്നമേ നിങ്ങൾക്ക് തുടങ്ങിയ ഒരു രോഗമാണ്. അതിനെ ആർക്കും മാറ്റാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾ പോകാത്ത ഒരിടമില്ല. കർത്താവിനോട് പറയുന്നു, ഇന്നു പകൽ നിങ്ങൾ സൗഖ്യമാകാൻ പോകുകയാണ്. ആമേൻ. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അവസ്ഥ മാറുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആകുകയാണ്. കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ തലച്ചോറിനകത്തും ഈ കഴുത്തിന്റെ ഈ ഭാഗത്തും നിങ്ങൾക്ക് തിരിക്കാൻ കഴിയാത്ത വേദനയാണ്. നിങ്ങൾക്ക് തിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഈ ഭാഗത്ത് വല്ലാത്ത വേദനയായിട്ടിരിക്കുകയാണ്. കർത്താവിനോട് പറയുന്നു, ഞാൻ അങ്ങോട്ട് പറയാം. ആമേൻ. കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ചെവിക്കകത്ത് ചില ദിവസങ്ങൾ പൊട്ടി ഊതുന്ന പോലെ വേദന. ഇന്ന് പകൽ നിങ്ങൾ ഈ വിഷയം എന്നോട് പറഞ്ഞില്ല, പക്ഷെ നിങ്ങളെ അറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ആമേൻ. ഇന്ന് പകൽ നമ്മെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ ഇവിടെ നിൽപ്പുണ്ട് പ്രിയമുള്ളവരെ. ആമേൻ. നമ്മളുടെ കൂട്ടുകാരോട് നാം പറയുന്നതിനേക്കാൾ അപ്പുറമായ വിഷയം അറിയാവുന്ന, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ അറിയുന്ന ഒരാൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നോട് കർത്താവ് പറയുക, കഴിഞ്ഞ ദിവസം വരെയും മരിച്ചാൽ മതി എന്നുള്ള ചിന്തകളുമായിട്ടാണ് നിൽക്കുന്ന മറ്റൊരാൾക്ക് ഒരു ശല്യമാകാതെ ഈ ജീവിതം ഒന്ന് വെച്ച് ഒഴിഞ്ഞു പോകാം, ഇതിനെ ഒന്ന് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇന്നലെ നിങ്ങൾ സംസാരിച്ചു. ശരിയാണെങ്കിൽ ആ മൈക്കിൽ കൂടെ പറയാം. സത്യമാണോ? സത്യമാണോ? പക്ഷെ കർത്താവിനോട് പറയുക, എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാടാ. നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ആമേൻ കറുത്ത ചരടിട്ട് കെട്ടിയതുപോലെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കാൻ പോലും കഴിയാതെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ കഴിയത്തില്ല. ആമേൻ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇന്നിവിടെ നടക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വരാമോ? വന്നട്ടെ, ആ സിസ്റ്ററോട് വന്നട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുള്ളൊരു ചിന്ത വന്നു, എനിക്ക് സൗഖ്യമാക്കാൻ പറ്റും. ഇവിടെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, യേശു ചിലത് ചെയ്യാൻ പോകുകയാ. ആമേൻ. എൻ്റെ കൈ ശൂന്യമാ, എൻ്റെ കൈ ശൂന്യമാ. എന്നാൽ കർത്താവ് നിങ്ങളെ തൊടാൻ പോകുകയാ. ആമേൻ. സഹോദരി, കർത്താവ് നിങ്ങളെ തൊടാൻ പോകുകയാ. ആമേൻ. നിങ്ങൾ അല്പം മുമ്പ് ആ 38 ആണ്ട് രോഗം പിടിച്ച് കിടക്കുന്ന ആ മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞതുപോലെ, എനിക്ക് ആരുമില്ല. ആമേൻ. എന്നെ സഹായിപ്പാൻ ആരുമില്ല. കർത്താവിനോട് പറയുക, ഇന്ന് പകൽ ആമേൻ എന്നോട് പറയുന്നു, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു കുളത്തിനകത്ത് കിടന്നിട്ട് കരകയറാൻ കഴിയാതെ കൈ ഉയർത്തി എങ്കിലും വീണ്ടും കയറാൻ ശ്രമിക്കുമ്പോഴും ആഴത്തിലേക്ക് നിലം പറിക്കുന്നത് പോലെ, ആഴത്തിലേക്ക് നിലം പതിക്കുന്നത് പോലെ, ആഴത്തിലേക്ക് വീണ്ടും 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 അങ്ങ് അമങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതം. ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കാൻ പോകുകയാണ്. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിനോട് നിങ്ങൾക്ക് 2 കര ഒന്നും പൊക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഇന്ന് പകൽ നിങ്ങൾ ഇപ്പോൾ പൊക്കുകയാണ്. ആമേൻ. ആ മൈക്ക് മേടിച്ച് കണ്ണുകൾ അടച്ച് എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ആമേൻ. ഈ പകൽ ഈ പ്രിയ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കാൻ പോവാം. കർത്താവിന് പറഞ്ഞു, ഇനി ഒരു ഡോക്ടർമാരടക്കം നിങ്ങൾ പോകേണ്ടി വരികയില്ല. നല്ല വൈദ്യനാകുന്ന യേശു ഇവിടെയുണ്ട്. ആമേൻ. കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ഉദരത്തിന് നോക്കിക്കോ, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിക്കോ, ഈ ഉദരത്തിൻ്റെ ഈ ഭാഗം ഇവിടെ മൊത്തം നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പോലും നിങ്ങൾക്ക് പറ്റത്തില്ല. ഇങ്ങനെയാണ് നിങ്ങൾ പലപ്പോഴും ശ്വാസം എടുക്കുന്നത്. ശരിയാണോ? ഇപ്പൊ സൗഖ്യമാക്കാൻ പോവാം. എന്നാൽ അല്പം മുമ്പ് നിങ്ങൾ കേട്ടല്ലോ, ഒരു മിലിറ്ററിക്കാരൻ, ഒരു പുരുഷൻ സമ്മതിച്ചു, ആ മനുഷ്യൻ വീഴാൻ കാരണം ഇവിടെ ഒരു ദൈവശക്തിയുണ്ട്. ആമേൻ. ഇന്ന് പകൽ ദൈവശക്തി ചിലരെ സ്പർശിക്കുകയാ. ദൈവശക്തി ഈ മകളെ തൊടുകയാ. ലോർഡ്, റിലീസ് യുവർ ഹെവൻലി അനോയിന്റിംഗ്. ലോർഡ്, നീഡ് യുവർ പ്രസൻസ്. യേശുവിൻ നാമത്തിൽ. ജീസസ്. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു.
Fill. Fill. Power. Power. I command it. Shout. വ്യാപരിക്കുന്ന രോഗാത്മാവിനോട് വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും കർത്തൃത്വങ്ങളുടെ മേലും ശക്തികളുടെ മേലും അധികാരം പ്രാപിച്ച യേശുവിൻ നാമത്തിൽ I command it. Come out. വെളിപോ. ഇനി ഈ ശരീരത്തിൽ ഇരിക്കരുത്. ഇവരുടെ ഉദരത്തിൽ വ്യാപരിക്കുന്ന യേശുവിൻ നാമത്തിൽ ശിരസ് മുതൽ പാദം വരെയും ആത്മപ്രാണ ശരീര മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനോട് യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. Heal the mighty name of Jesus. Be healed right now. Be healed. നീ വിടുവിച്ച കൃപകൾക്കായി നന്ദി യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. സിസ്റ്റർ എന്നെ നോക്കിക്കേ, എന്നെ നോക്കിക്കേ, എഴുന്നേറ്റ്. ആമേൻ. എന്തോ നിങ്ങൾ അനുഭവിച്ചത്? അത് ബാക്കി പറ. അപ്പൊ എന്തോ ഒന്ന് അഴിച്ചു മാറ്റുന്നത് പോലെ തോന്നിയോ? നിങ്ങളുടെ കാലെ കെട്ടിയിരിക്കുന്ന ഒരു കെട്ട് അഴിയുന്ന പോലെ അത് അഴിഞ്ഞു. അമേൻ. നിങ്ങൾക്കെങ്കിൽ ഞങ്ങൾ ആരും സഹായിക്കത്തില്ല. നിങ്ങളൊന്ന് സ്പീഡിൽ നടക്കാമോ? മേൻ മേൻ മാറിക്കേ. നടന്നിട്ട് തിരിച്ചിടുക. അമേൻ. ഓടുമൊന്നും വേണ്ട. അമേൻ. നിങ്ങൾ ഇന്ന് അസുഖമായിട്ട് തിരിച്ചു പോകത്തില്ല. അമേൻ. നിങ്ങളുടെ നട്ടൽ ഒടിയത്തുമില്ല. എനിക്കറിയാം, ഞാൻ ആരെയാ വിശ്വസിക്കുന്നത് എനിക്കറിയാം. അമേൻ. സിസ്റ്റർ പോകരുത്, അവിടെ നിൽക്കണം. അമേൻ. ആ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. അമേൻ. തിരിച്ചു വന്നേ. പണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമായിരുന്നോ? മുട്ടൊന്നും വളയത്തില്ല. ഇപ്പം വളയുന്നത് പോലെ തോന്നുന്നു. വളയുമായിരുന്നു. നടന്നു പോകുന്നുണ്ട്. ഒന്ന് ഇവിടെ നിന്ന് ഇരിക്കാമോ? ഇരുന്നേ. ഒന്ന് താഴോട്ടൊന്ന് കുനിഞ്ഞേ. യേശുവിൻ നാമത്തിൽ പൊട്ടടാ. ഇങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നോ? നാളുകളായി. ഇപ്പം ഇരുന്ന് ഇരിക്കത്തില്ല, പറ്റത്തില്ല. ഇല്ല. നടക്കാമോ? നടന്നേ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. യേശു ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. യേശു ഈ മാവേലിക്കൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ അത്ഭുതം ചെയ്തവനാ. ഇത് ഒരുത്തരുടെ കുത്തകയല്ല, ഇതെന്റെ യേശു ചെയ്ത അത്ഭുതമാ. യേശു Jesus my Lord. യേശു അവനാരിലും മതിയായവൻ. പിതാവേ, കൊടുത്ത വിടുതലിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ലോർഡ്, ഈ സൗഖ്യം ഇന്ന് പകൽ അനുഭവിച്ച സൗഖ്യം ഈ പ്രിയ സഹോദരിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കട്ടെ. സാക്ഷാൽ മാനവരാശിയുടെ രോഗങ്ങളെ വഹിച്ച യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്തു. നീ വിടുവിച്ച കൃപകൾക്കായി നന്ദി, സൗഖ്യമാക്കിയതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ. ഒരു നിമിഷം. എന്നോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കഴുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റത്തായിരുന്നു. പക്ഷെ ഇപ്പം തിരിച്ചു നോക്കി. വേദനയുണ്ടോ? പെടലി വേദനയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. ആമേൻ. കർത്താവിന് നന്ദി. സിസ്റ്ററെ, ഇങ്ങനെ നേരത്തെ ഇദ്ദേഹത്തിന് കുടുംബത്തിനകത്ത് ആമേൻ പലപ്പോഴും നന്മകൾ തുറന്നു വന്നിട്ട് അതങ്ങ് അടഞ്ഞു പോകുകയാണ്. കൃത്യമാണോ? പക്ഷെ കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ സെക്കൻഡിൽ കർത്താവ് നിങ്ങൾക്കൊരു നന്മ തുറക്കാൻ പോകുകയാണ്. അമേൻ. പോയിരുന്നാട്ടെ. അമേൻ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. അമേൻ. ഇന്ന് പകൽ ഇതിനകത്ത് ചിലരെയും കൂടെ കർത്താവ് തൊടാൻ പോകുകയാണ്. യേശു ഇതിനകത്ത് ചിലരെയും കൂടെ കർത്താവ് തൊടാൻ പോകുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക്
ഉയരട്ടെ. നിങ്ങളിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശു യേശു യേശുവാരിലും മതിയായവൻ. യേശു 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 യേശുവാരിലും വലിയവൻ. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ. യേശു യേശുവാരിലും മതിയായവൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ ആമേൻ. ആ പ്രശ്നങ്ങൾ ചെറുതാ, യേശു വലിയവനാ. ആമേൻ. ആമേൻ. ആ പ്രശ്നങ്ങൾ ചെറുതാ, യേശു വലിയവനാ. ആമേൻ. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. സകല നാമത്തിനും മേലായ നാമമെന്ന സ്വർഗത്തിലെ ദൈവം അവൻ്റെ മേൽ ഇട്ടിരിക്കുന്ന പേര്. ആ യേശുവിൻ്റെ നാമത്തിൽ മാറാത്ത ഒരു രോഗവുമില്ല, മാറാത്ത ഒരു പ്രശ്നവുമില്ല. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾ തേടിപ്പോകണ്ട, നിങ്ങളുടെ അടുക്കലുണ്ട്. അതെ, അവൻ ഇവിടെയുണ്ട്. നിങ്ങളെ വിടുവിക്കാൻ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാം, വചനത്തിലേക്ക് നമുക്ക് പോകാം. വചനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് എന്തോ ഒന്ന് നമുക്ക് വെച്ചിട്ടുണ്ട്. ആമേൻ. എന്നോട് ചോദിച്ചു, എന്താ പാസ്റ്റർ